ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സീറ്റ് ധാരണ സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നുണ്ടാകാൻ സാധ്യതയെന്ന് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. 10 സീറ്റുകൾ വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവ് ജിതൻ റാം മാഞ്ചി. ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇത്രയും ദിവസം പിന്നിട്ടെങ്കിലും പ്രധാന സഖ്യങ്ങൾ അവരുടെ സഖ്യധാരണ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും NDAയുടെ സഖ്യം എങ്ങനെയാണ് സീറ്റ് വിഭജനം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്ന് ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തിരക്കിട്ട ചർച്ചകളിലായിരുന്നു. അതിൽ പ്രധാന തടസ്സം ആയി മാറിയത് ഈ വിഷയത്തിൽ ജിതൻ റാം മാഞ്ചി 20 സീറ്റുകൾ വരെ ആവശ്യപ്പെട്ടിരുന്നു. ഒടുവിൽ അദ്ദേഹം 15 സീറ്റിന് വഴങ്ങാം എന്ന് വ്യക്തമാക്കിയിരുന്നു. ഒടുവിൽ ഇപ്പോൾ 8 സീറ്റിന് അന്തിമ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ചിരാഗ് പസ്വാൻ 40 സീറ്റുകൾ നിർബന്ധമായും വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് പരമാവധി 25 സീറ്റുകൾ നൽകാം എന്ന ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും കൗതുകകരം, സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുക JDU തന്നെയായിരിക്കും. 102 സീറ്റുകളിൽ JDUവും 101 സീറ്റുകളിൽ BJPയും മത്സരിക്കാനാണ് ധാരണ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്ന് ഉണ്ടായേക്കും. അതേസമയം മഹാസഖ്യത്തിന്റെ സീറ്റ് ധാരണ ചർച്ചകളും അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. കോൺഗ്രസിന് കഴിഞ്ഞ തവണ 70 സീറ്റുകളിൽ മത്സരിച്ചിരുന്നു. എന്നാൽ 19 സീറ്റുകൾ മാത്രമാണ് ജയിക്കാനായത്. ഇത്തവണ 2 പുതിയ പാർട്ടികൾ കൂടി മുന്നണിയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. VIP-യും ഒപ്പം തന്നെ RLSPയും മുന്നണിയിലേക്ക് എത്തിയ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിന്റെ സീറ്റുകളിൽ 15 സീറ്റുകളിലോളം ഇടിവുണ്ടാകും എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 50 മുതൽ 55 സീറ്റുകൾ വരെ മാത്രമായിരിക്കും കോൺഗ്രസിന് ഇത്തവണ നൽകുക. ഒപ്പം ഇടത് പാർട്ടികൾക്ക് ഇത്തവണ കൂടുതൽ സീറ്റുകൾ നൽകുന്നുണ്ട്. CPIML കഴിഞ്ഞ തവണ 19 സീറ്റുകൾ മത്സരിച്ചത് CPIMLന് ഇത്തവണ 25 സീറ്റുകളും CPIM-ന് 2 സീറ്റുകൾ കൂടുതലായും ഇത്തവണ നൽകാൻ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന്റെ അന്തിമഘട്ട ചർച്ചകൾക്കായി തേജസ് യാദവ് ഇന്ന് ഡൽഹിയിൽ എത്തുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും. അതിനുശേഷം പട്നയിൽ മടങ്ങിയെത്തിയ ശേഷമായിരിക്കും മഹാസഖ്യത്തിന്റെ അന്തിമ പ്രഖ്യാപനം ഉണ്ടാവുക. SKN. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.